ഐസ്ക്രീം അല്ല ശരിക്കും പറഞ്ഞാൽ കല്ലൊന്നും കാണില്ലെന്നുണ്ടല്ലേ. മഴക്കാലത്ത് നിറഞ്ഞ് കവിഞ്ഞ് വെള്ളം പോകണമെന്ന് ഒരു പ്രത്യേക ഭംഗിയാണ്. നമുക്ക് അടുത്ത പ്രാവശ്യം മഴക്കാലത്ത് വരാം. ആരെ വെള്ളം കുപ്പിയൊക്കെ ആയിട്ട് പോകണത്. അതെ, ഇവിടെ വെള്ളടി പരിപാടിയും കുളിക്കലും തോർത്തും കൊണ്ടൊക്കെയും കൊണ്ടുവന്ന ഫാമിലി ആയിട്ട് വന്നാൽ ആണുങ്ങൾക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് കുളിക്കാം, പെണ്ണുങ്ങൾക്ക് കൈയും കാലിലേക്കും വെള്ളത്തിൽ മുക്കിയിട്ടിരിക്കാം. ഫാമിലി ആയിട്ട് വരാൻ പറ്റും. നല്ല അടിപൊളി സ്ഥലമാണ്. പാർക്കും കുട്ടികൾക്ക് ഉള്ള പാർക്കും ഒക്കെ ഉണ്ട്. രണ്ട് സൈഡും നോക്കിയാൻ അവിടെ നിന്നാണ് ഞങ്ങൾ നടന്നു തുടങ്ങിയത്. ഏകദേശം അല്ല വെള്ളം വരണണ്ട, അത് ആ കനാലാണ്. ഇത് അതിരപ്പള്ളിയിൽ നിന്നാണ് വെള്ളം വരണത്. വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് കിടക്കണേ. ഇത്ര വേനലിൽ ഇതേപോലെ വെള്ളം ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭംഗി തന്നെയല്ലേ. 48 കിലോമീറ്റർ ഈ വെള്ളം ഈ കനാലിൽ കൂടെ പോകണ്ടെന്ന് പറയണം. അപ്പോൾ ഇത് എന്തോരം ദൂരം പോകണ്ടാവില്ലേ. അപ്പോൾ തൃശ്ശൂർ വരെ വരുന്നുണ്ടാവുമോ? വരുന്നുണ്ടാവണം. കാരണം ഇതാണ് തുമ്പൂർ മൊഴി. എങ്ങനെയുണ്ട്? എടേ ആ കുട നിവർത്തി. കുട കയ്യിൽ പിടിച്ചിട്ട് നിവർത്താണ്ട് നടക്കണ ആളിനെ കണ്ട. ഞാൻ നോക്കിയപ്പോൾ നല്ല വെയില്. നിനക്കും ചൂടാനല്ല കേട്ടോ, എനിക്ക് ചൂടാൻ. ഇപ്പോൾ ആരോ ഗുണമായതിട്ട് ഈ കുട എടുത്ത് പിടിച്ചിട്ട് ഇങ്ങോട്ട് ചേച്ചി പിടിക്കും. ഇത് തൂക്കുപാലം കാണാൻ നല്ല ഭംഗിയുണ്ട്. ചില നേരത്ത് കാറ്റ് കയറി പിടിക്കുമ്പോൾ ഭയങ്കര ഒരു ആട്ടമുണ്ട്. പേടിയുള്ളവർക്ക് ഗിയർ ബാലൻസ് പോയവർക്കൊന്നും കയറാൻ പറ്റില്ല കേട്ടോ. വെറുതെ ആറ്റം വരെ പോയി കഴിയുമ്പോൾ വേറെ ഒരു കൂപ്പൺ എടുക്കണം. അവിടെയുണ്ട് ഒരു പാർക്ക്. ഈ പാലത്തിൻ്റെ ഇവിടം വരെ എത്താനാണ് 50 രൂപ. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ ഒരു 50 രൂപയും കൂടി വേറെ കൂപ്പൺ എടുക്കണം. ഞങ്ങൾക്കൊരു 3 ഡാമിലേക്ക് പോയപ്പോൾ രോഗം മനസ്സിലായി കുട വേണമെന്നുള്ളത്. 3ാമത്തെ ഡാമിലേക്ക് എത്തിയപ്പോഴാണ് കുടം വേണമെന്നുള്ളത് മനസ്സിലായത്. എല്ലാവരും വെയിലത്ത് നടക്കുന്ന കാണുമ്പോൾ ഒരു സമാധാനം. കുട അങ്ങോട്ട് വേണം, തിരിച്ച് 50 രൂപ.
ഇല്ല അവർ പറഞ്ഞില്ല എന്താ ഇല്ല 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 ഇതായിരിക്കും പറഞ്ഞില്ല എന്താവോ എന്താ ഇവിടെ കുറച്ച് പൈസ ഇവിടെ എന്താ കുറച്ച് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് എന്തുകൂടെ കാണാനുള്ള അന്നത്തെ ഗ്രാമം ഇതായിരുന്നു. അപ്പോൾ ചേച്ചി ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, പണ്ട് ഒരു ചേച്ചീനിപ്പോൾ എന്തുകൂടെ കുഴപ്പം, ചേച്ചി സുന്ദരിയല്ലേ. അല്ലാന്ന് പണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കിടക്കാനായിട്ട് ഒരു ചങ്ങാടൊക്കെ വെച്ചിരുന്നൊരു ടൈം ഉണ്ടായിരുന്നില്ലേ? അത് ചങ്ങാട പുളുണ്ടോ? പാലാണോ വന്ന്? അല്ലാതും പാലായിരുന്നുണ്ടല്ലേ? ഈ വഴിയിലുണ്ടോ ചങ്ങാടം? അതെ, ഈ വഴി കൂടെ നമുക്ക് വരുമ്പോഴേ മുരിങ്ങൂര് മേലൂർ കൂടി വരാൻ പറ്റില്ലേ? മേലൂർ കൂടി വരുമ്പോൾ നമ്മൾ ഏത് റൂട്ടിലേക്ക് എത്ര ദൂരം പോന്നാലാണ് ഇവിടേക്ക് എത്താൻ പറ്റുക? ഒരു 10-15 കിലോമീറ്റർ ഉണ്ടോ? ആ, നമ്മൾ അന്ന് ഒരു 10 കിലോമീറ്റർ കഷ്ടി വന്നുള്ളൂ എന്നുണ്ട്. ഞങ്ങൾ ആ വഴിക്ക് വന്നു നോക്കി കഴിഞ്ഞ ആഴ്ചയിൽ, സ്ഥലം മനസ്സിലായില്ല. ഇതല്ലാണ്ട് വേറൊരു സ്ഥലമുണ്ട്. അതെ, അതും ഏഴാറ്റുമുഖം. അതെന്തുട്ടാന്ന് വെച്ചാൽ ഞങ്ങൾ ബൈക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ പുഴയുടെ അപ്പുറത്തേക്ക് കിടക്കണേ ചങ്ങാടം പോലത്തെ. ആ, അപ്പം അത് ആ ടൈമിലാണ് ഞാൻ വന്നത്, ഒന്നിലുള്ളപ്പോഴാ. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിടക്കാം. അതല്ലേ? അതെവിടെയാ? അതെവിടെയാ? ആ വഴിക്ക് പോകുമ്പോ എങ്ങനെ മൃഗങ്ങളൊക്കെ ഇറങ്ങുമോ? ഇതാരുടെ ഫോണ്? ചേച്ചിരിയാ? എത്രയാ ഒരാൾക്ക്? 20 രൂപ. ചേച്ചീന് എന്തോ കുഴപ്പം? അടിപൊളിയില്ലേ? അതെ, ഇവിടെ ആൾക്കാർ വരുമ്പോഴേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 50 രൂപ, അവിടെ നിന്ന് ഇങ്ങോട്ട് കിടക്കുമ്പോൾ 20 രൂപ വരണം എന്നുള്ള ആൾക്കാർ തർക്കിക്കും. ഞങ്ങൾ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കറക്റ്റായിട്ട് പറയും. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ തർക്കിക്കേണ്ടി വരില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് 50 രൂപയും ഇവിടെ നിന്ന് അങ്ങോട്ട് കയറണമെങ്കിൽ അവർ 50 രൂപ മേടിച്ചല്ലോ. ആ, 20 തന്നെ എടുത്താണ്. ശരിയാ, ഞാൻ നോക്കിയില്ല, ഞാൻ മൊത്തം ബില്ലെന്ന് നോക്കി. ഇല്ല, അവിടെയും തെറ്റില്ല ഇവിടെയും തെറ്റില്ല. ചേച്ചി ഇത് പിടിച്ചേ, അവരുടെ മുഖം വിടണ്ട കേട്ടാ.